കൂടല്ലൂരിന്റെ ഓർമ്മകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നുമായിരുന്നു കാലാതിവർത്തിയായ പല കഥാപാത്രങ്ങളും എഴുത്തിലൂടെ മലയാള മനസ്സിനെ കീഴടക്കിയത്. തങ്ങളുടെ പ്രിയ എഴുത്തുകാരൻ ഓർമ്മയായി എന്ന് വിശ്വസിക്കാനാവാതെ മൂകമാണ് എം.ടിയുടെ വീടും നാട്ടുകാരും. എം.ടിയിൽ നിന്ന് കൂടല്ലൂരിനെയോ കൂടല്ലൂരിൽ നിന്ന് എം.ടിയെയോ എടുത്തുമാറ്റാനാവില്ല. ഭാരതപ്പുഴയോരത്തെ ഈ ഗ്രാമത്തിൽ നിന്നാണ് മലയാള സാഹിത്യത്തിലെ പല അനശ്വര കഥാപാത്രങ്ങളും പിറവി കൊണ്ടത്. ഭ്രാന്തൻ വേലായുധനും പകിടകളിക്കാരൻ കോന്തുണ്ണി നായരും യൂസഫുമെല്ലാം ഈ ഇടവഴികളിലെയും കൂടല്ലൂർ അങ്ങാടിയിലെയും നിത്യസഞ്ചാരികളായിരുന്നു. കണ്ണാന്തളിപ്പൂക്കൾ വളർന്ന നരിമാടൻ കുന്നും ആഗ്രഹസാഫല്യത്തിൻ്റെ നീലത്താമര വിരിഞ്ഞ മലമക്കാവ് ക്ഷേത്രവും മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വന്നത് എം.ടി എന്ന രണ്ടക്ഷരത്തിലൂടെയാണ്. നാലുകെട്ടും അസുരവിത്തും കുട്ടേടത്തിയുമെല്ലാം കൂടല്ലൂരിൻ്റെ ഓർമ്മകളിലെ തെളിച്ചമുള്ള കാഴ്ചകളാണ്. രണ്ടാം മൊഴി എഴുതാൻ എം.ടി ഒരുപാട് ജീവിതത്തിൻ്റെ ഒരു രണ്ടാം മൂഴം എം.ടിക്ക് അസുഖമൊക്കെ വന്നിട്ട് ഒരു രണ്ടാം മൂഴമാണ് ജീവിതത്തിൻ്റെ. ആ കാലത്താണത് എഴുതുന്നത്. അത് വന്നപ്പോൾ വലിയ ട്രങ്ക് വെട്ടി മുഴുവൻ പുസ്തകങ്ങളും പഠിച്ചിട്ടാണ്, അല്ലാണ്ട് വെറുതെ ഒരു നോവലല്ല. അത് എത്രയോ പഠനം അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. പാരമ്പര്യ പെരുമയിൽ ജീവസുറ്റ സ്മരണ പോലെ ഉയർന്നു നിൽക്കുന്നുണ്ട് എം.ടിയുടെ മാടത്ത് തെക്കേപ്പാട്ട് തറവാട്. കോഴിക്കോട്ടേക്ക് താമസം മാറിയിരുന്നുവെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം എം.ടി തറവാട്ടിലെത്തുമായിരുന്നു. അവസാനം വന്നത് കൂടല്ലൂർ കൂരായിക്കൂട്ടത്തിൻ്റെ ഒരു ഉണ്ടായി. അതിന് സ്നേഹപൂർവ്വം എം.ടിക്ക് എന്നുള്ള പരിപാടി അവിടെ വെച്ചു. അത് വളരെ ഗ്രാൻഡായിരുന്നു. അങ്ങനെയിരിക്കല്ലോ അല്ല വേറെ ഔട്ട് ഹൗസ് വന്നതിന് ശേഷം പിന്നെ അവിടെ വന്നിട്ട് ചിലതൊക്കെ അവിടെ പോയി കാണും. അങ്ങനെയൊക്കെയാണ്. വാരണാസിയുടെ അവസാന പേജിലെത്തുമ്പോൾ ഇങ്ങനെയും വായിക്കാം: നിങ്ങളാര് എന്ന് ഔപചാരികതയ്ക്ക് വേണ്ടി ചോദിച്ചാൽ എന്തു പറയും? വെറും ഒരു സന്ദർശകൻ, തീർത്ഥാടകൻ. ആനന്ദവനവും മഹാശ്മശാനവുമായ ഈ നഗരം വീണ്ടും ഒരു ഇടത്താവളമായി തീർന്നു. വീണ്ടും യാത്ര ആരംഭിക്കുന്നു മറ്റൊരു ഇടത്താവളത്തിലേക്ക്. എല്ലാം ഇടത്താവളങ്ങൾ മാത്രമാണ്. സ്വക്ഷേത്രം കൂടല്ലൂരാണ്. എം.ടിയുടെ മനസ്സിനെ സർഗാത്മകമാക്കിയ കൂടല്ലൂരിലെ മാടത്ത് തെക്കേപ്പാട്ട് വീട്ടിൽ ഇപ്പോഴുള്ളത് മൂകത മാത്രം. എം.ടി ജീവൻ നൽകിയ നിരവധി കഥാപാത്രങ്ങൾ ചുറ്റിലും നിശ്ചലരായുണ്ട്. കൂടല്ലൂരിൽ നിന്നും ടി.കെ. അരവിന്ദൻ, അമൃത ന്യൂസ്.